കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റിൽ ഇന്നത്തെ നമ്മുടെ അതിഥി റിട്ടയർഡ് ഡിവൈഎസ്പി KE പ്രേമചന്ദ്രനാണ്. അപ്പൊ എന്താണ് ഇന്നത്തെ കഥ? നമ്മുടെ പിണറായിയിൽ ഒരു കൂട്ടക്കുല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാതാപിതാക്കളും മകളും ഉൾപ്പെടെ 3 പേരെ എലിവിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ഒരു സൗമ്യയുടെ കഥ. സൗമ്യ ചില്ലറക്കാരിയായിരുന്നില്ല. ഈ സൗമ്യയെ വളരെ ആസൂത്രിതമായ നീക്കത്തിലൂടെ വലയിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് KE പ്രേമേന്ദ്രൻ. സൗമ്യയ്ക്ക് പക്ഷേ ഒത്തിരി ജീവിതം ഉണ്ടായില്ല. റിമാൻഡിൽ കഴിയവേ കണ്ണൂർ വനിതാ ജയിലിൽ അവർ ജീവനൊടുക്കി. അപ്പോൾ ഈ കൊലപാതകത്തിന്റെ നാൾവഴികൾ, സൗമ്യ എന്ന ആ ഒരു വീട്ടമ്മയെ ഇതിനകത്തേക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ, എങ്ങനെയാണ് ആ മനസ്സ്, ഒരു സാധാരണ വീട്ടമ്മയുടെ മനസ്സ് 3 പേരെ മാതാപിതാക്കളും മകളെയൊക്കെ കൊല്ലുന്ന തരത്തിലേക്ക് രൂപപ്പെട്ടതിന്റെ നാൾവഴികളിലൂടെയാണ് ഇന്നത്തെ ചാർജ് ഷീറ്റിന്റെ സഞ്ചാരം. പ്രേക്ഷകർക്കും ഒപ്പം റിട്ടയർഡ് ഡിവൈഎസ്പി KE പ്രേമചന്ദ്രൻ ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാനൊരു ചായ സിപ്പ് ചെയ്തുകൊണ്ട് തുടങ്ങുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്കും ചായ തന്നിട്ടുണ്ട്, ശരി ഒന്ന് കുടിക്കാം. ചായ ചൂടാറി പോവാതിരിക്കാനാണ്. ശരി നമുക്ക് കുടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ചൂടുള്ള ഒരു എപ്പിസോഡാണല്ലോ ഇത്. അതെ തീർച്ചയായും. താങ്കൾ തലശ്ശേരി CA ആയിരിക്കുമ്പോഴാണ് ഈ സംഭവം, അതെ. അല്ലെ? 2018 2018 ശരിക്ക് ഈ സംഭവം, ഈ ഒരു ഇൻസിഡന്റ് ഒരു CI എന്ന നിലക്ക് ധർമ്മടം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണോ ഈ സംഭവം നടക്കുന്നത്? യെസ് ധർമ്മടം അപ്പൊ എങ്ങനെ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഈ സാധനം വരുന്ന ആദ്യത്തെ ഇൻസിഡന്റ് എങ്ങനെയാണ് ഓർമ്മയിൽ നിന്ന്? ആദ്യത്തെ ഈ ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഈ ഒരു അച്ഛന്റെ മരണമാണ് അവസാനമായിട്ട് നടന്നത്. അപ്പോൾ ആ മരണം നടന്ന സമയത്ത് 1-2 ഇൻഫോർമേഷൻ കിട്ടി. നമുക്ക് നാട്ടുകാർക്ക് സംസാരം ഉണ്ടായിരുന്നു. ഈ കുടുംബത്തിലൊരു 3 പേര് ഇങ്ങനെ മരണപ്പെട്ടു. തുടർച്ചയായിട്ട് മരണപ്പെട്ടു. 4 പേര് മരണപ്പെട്ടു. 4 പേര് മരണപ്പെട്ടു. യെസ്. ഒരു കുട്ടി ആദ്യം നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെടുന്നു. പക്ഷെ അതിൽ പെടുന്നതല്ല, അത് നാച്ചുറൽ തന്നെയായിരുന്നു. ഒരു വീട്ടിനുള്ളിൽ 4 പേര് യെസ് ഇങ്ങനെ മരിക്കുന്നു. അപ്പൊ ജനങ്ങൾക്കൊരു ചെറിയ സംശയം വന്നു. ജനങ്ങൾ ആ സംശയം പല കോണുകളിൽ കൂടി അറിയിച്ചിരുന്നു. അപ്പൊ അതിന്റെ പുറകെ പോവുക എന്നുള്ളതായിരുന്നു ഒരു ആദ്യത്തെ ഉദ്യമം. നാട്ടുകാരിലുണ്ടായ ആദ്യത്തെ സംശയം എന്തായിരുന്നു? ആദ്യം ഈ സൗമ്യയിലേക്കൊന്നും സാധനം പോകുന്നില്ലല്ലോ. ഇല്ല. അവർക്ക് അവിടുത്തെ ഈ കിണറിലെ വെള്ളത്തിന്റെ ഒരു പ്രശ്നമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു വളരെ ചുരുങ്ങി 3 മാസത്തിനകത്താണ്. കാരണം ആദ്യത്തെ കുട്ടി ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് മരിച്ചിരുന്നത്. ബാക്കി 3 അച്ഛനും അമ്മയും ഈ ചെറിയ മറ്റേ കുട്ടിയും മരിച്ചിരിക്കുന്ന ഒരു വിത്തിൻ 3 മന്ത്സ് ഗ്യാപ്പിലാണ്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ ലാസ്റ്റ് വരെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംശയം വന്നിരുന്നു. 3 മാസത്തിനുള്ളിൽ 3 മരണം. അങ്ങനെയാണ് സംശയം. അത് ആദ്യം വെള്ളമാണ്, വെള്ളത്തിന്റെ അത് നാട്ടുകാരുടെ, ഈ സ്ത്രീയുടെ ഇടയിൽ നിന്നും വന്നിരിക്കുന്ന അഭിപ്രായമായിരുന്നു. നാട്ടുകാരാണ് എന്തൊക്കെയായിരുന്നു നമുക്ക് നാട്ടുകാർക്കൊന്നും സംശയം ഉണ്ടായിരുന്നില്ല. നാട്ടുകാർക്ക് ഇതൊരു അന്വേഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി വരെ ആ വീട്ടിൽ സന്ദർശിച്ചു. വളരെ സെൻസിറ്റീവായ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ സെൻസിറ്റീവ് മീൻസ് നമുക്കറിയാം, അന്നത്തെ CM-ന്റെ നാടാണ്, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ്. വളരെയേറെ ചെറിയ ചെറിയ സംശയങ്ങൾ വരെ നമുക്ക് ഒരു ഹൈ ലെവൽ സെൻസിറ്റീവായി മാറാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടത് 3-4 കേൾക്കുന്ന സമയത്ത് ഈ 3 മരണത്തിന്റെയും 4 മരണത്തിന്റെയും കഥകൾ കേട്ട സമയത്ത് എന്തൊക്കെ കഥകളാണെന്ന് കേട്ടത്? അന്ന് കേട്ട കഥകൾ എന്താണ്? ഈ 3 മരണവും ഒരു 3 മാസത്തിനകത്ത് നടന്നു എന്ന്. എങ്ങനെയാണ് ഇവർ മരിക്കുന്നത് ശരിക്കും? അവർ മരിക്കുന്നത് എല്ലാം അതൊക്കെ പിന്നീടുള്ളത് കാണാം. നമ്മൾ ആദ്യം മരിക്കുന്നു, സാധാരണ ഹോസ്പിറ്റൽ പനി വരുന്നു, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവും, സാധാരണ മരണം. പക്ഷെ ഒരു വീട്ടിലെ 4 ആളും മരിക്കുന്നു. പനി വരുന്നു, ആശുപത്രി കൊണ്ടുപോകുന്നു, 3 പേര് മരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ആർക്കും ഒന്നും മനസ്സിലാവാൻ പറ്റില്ല. പിന്നെ 2 കാര്യം കൊണ്ടാണ് എനിക്കൊരു സംശയം വന്നിരിക്കുന്നത്. ഒന്ന്, ഈ സ്ത്രീ തന്നെ ആ കിണറ്റിനകത്തുള്ള വെള്ളമൊക്കെ എടുത്ത് സെൽഫ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ ടെസ്റ്റിന് അയച്ച്, അപ്പോൾ ഒരു പ്രതിരോധം തീർക്കുന്ന രീതിയായിരുന്നു ഈ സ്ത്രീയുടെ ഭാഗത്തുണ്ടായിരുന്ന. ഈ ടെസ്റ്റ് നടത്തി റിസൾട്ട് എന്തായിരുന്നു? അതിനകത്ത് ഓർക്കുന്നില്ല. അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഇവര് തന്നെ വേറെന്തെല്ലോ കഥകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ വെള്ളം തകരാറ് മാത്രമല്ലോ, വേറെന്തെല്ലോ കഥകൾ ഉണ്ടായിരുന്നല്ലോ എൻ്റെ ഒപ്പം. അല്ല, അതൊക്കെ നമ്മളെ ഈ ആ ഒരു ഫസ്റ്റ് പിക്ചർ അതിൽ പുറകെ പോകാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നീടാണ് ഈ സ്ത്രീ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവിടുത്തെ ലാൻഡ് ഫോൺ നമ്പറിൽ വിളിച്ച് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. എന്താണ് അതിന്റെ മരണ കാരണം എന്ന് ചോദിച്ചു. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു
ഒരു ടേണിംഗ് ടേണിംഗ് പോയിന്റ് പോയിന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അവസാനം മരിച്ച യെസ്, അച്ഛൻ. അച്ഛന്റെ മരണ കാരണം അതിന്റെ പുറകെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല. അല്ല, അമ്മേത് നടന്നിരുന്നു, അമ്മേനാണ് കുട്ടിയത് നടന്നില്ല. ആ. അപ്പൊ മരണ കാരണത്തിന്റെ പുറകെ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മകള് വിളിച്ചിട്ട് അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിച്ചു. അതിലെന്താ അസ്വാഭാവികത? സ്വാഭാവികത അല്ല, എന്താണ് അതിന്റെ മരണ കാരണം, കിട്ടിയോ? സ്വാഭാവികമായിട്ടൊരു ഫോൺ വിളിച്ച് ചോദിക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ അതിനിടയിൽ എനിക്കൊന്ന് ബാങ്കിലെ അക്കൗണ്ട് മാറ്റിയെന്ന സംശയമുണ്ട്. മകളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് അങ്ങനത്തെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ 2-3 സാഹചര്യമാണ് നമുക്കൊരു ഒന്നത് അന്വേഷിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി. സത്യത്തിൽ ആദ്യം ഈ മുഖ്യമന്ത്രി വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് ഗൗരവമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രി സംഭവ സ്ഥലം വിസിറ്റ് ചെയ്യുന്ന ഒരു വാർത്താ പത്രങ്ങൾ അത് ഈ മരിച്ച സമയത്ത് നാച്ചുറൽ ആയിട്ട് കുടുംബത്തിലെ കാരണം ഈ 2-3 മരണമൊക്കെ ആ സമയത്തൊന്നും ഒരു ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അന്നേരം ഈ ധർമ്മടം പോലീസാണോ ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത്? യെസ്, ധർമ്മടം. താങ്കളിലേക്ക് ഇത് എപ്പോഴാണ് എത്തുന്നത്? ഞാൻ ആക്ച്വലി 2018 SHO എന്നുള്ള ആ ഒരു സർക്കിൾ സ്റ്റേഷൻ മാറിയല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ഗൗരവം അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയെ ഞാൻ വിശദീകരിച്ചു, ജസ്റ്റ് ബ്രീഫ് ചെയ്തു, സാർ ഇതാണ്. അപ്പൊ ആ 3 കേസുകളും എനിക്ക് അന്വേഷിക്കാൻ തരികയാണ് ചെയ്തത്. അന്ന് ആരായിരുന്നു SP? ശിവവിക്രം സാർ. പിന്നെ അന്ന് ASP ആയിട്ട് മാഡം ഉണ്ടായിരുന്നു, ചൈത്ര മാഡം, മലപ്പുറം SP. യെസ്, മലപ്പുറം. വളരെ സപ്പോർട്ടീവ് ആയിരുന്നു മാഡം. അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ ആക്കണം, ടീമാക്കണം എന്നുള്ള ഒരു ഡയറക്ഷനോടെ അങ്ങനെ അന്ന് ടീം നിങ്ങളൊരു ടീം രൂപീകരിക്കുന്നു. യെസ്. അപ്പൊ ഈ അവസാനത്തെ അച്ഛന്റെ മരണവും കഴിയുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരിക്കും എന്താ പറയുന്നത്? ഇല്ല, അതിനകത്ത് പിന്നെ സ്വാഭാവിക മരണം മാത്രമേ ഉള്ളൂ. 3 മരണവും സ്വാഭാവികം, 4 മരണവും സ്വാഭാവികം. അപ്പൊ എവിടുന്നാണ് നിങ്ങൾ ഈ അന്വേഷണ ചുമതല ഏറ്റെടുത്ത് ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ ഫയൽ വരുത്തി നിങ്ങൾ ഇതിന്റെ അന്വേഷണ ഘട്ടത്തിലേക്ക് നടന്നു? ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഇത് 3 മരണമാണ്, 4 മരണമുള്ളത് അവിടെ നടന്നിരിക്കുന്ന വീട്ടിൽ നടന്നത്. ഒരു പിണറായി കൂട്ടക്കൊല എന്നായിരുന്നു അന്ന് ഹെഡിങ് മാധ്യമങ്ങളിൽ. 4 മരണം നമ്മളത് ഓരോന്നും പഠിച്ച് അതിന്റെ കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്ററി മൊത്തം മനസ്സിലാക്കിയിരിക്കുകയാണ്. ആദ്യത്തെ മരണം നമ്മളത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഒഴിവാക്കി. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ബോഡി ഇല്ല. പിന്നെ അതുപോലെ അത് ഹോസ്പിറ്റൽ രേഖകൾ എല്ലാത്തിനും ഹോസ്പിറ്റൽ രേഖകൾ നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പം സ്വാഭാവികമാണ്, അതായത് വേറെ ഒരു നമുക്ക് യാതൊരു സംശയിക്കേണ്ട ഒരു ഇതുമില്ല. ഈ സിംറ്റംസ് അല്ല, ബാക്കി 3 സെയിം സിംറ്റംസ് ആണ്. എന്താണ് മരണ കാരണം? ഒമിറ്റ് ചെയ്യുക, അതുപോലെ ശ്വാസതടസ്സം ഉണ്ടാവുക, എയർ ശ്വാസം കൊണ്ട് സഫോക്കേഷൻ ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ രോഗത്തിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് പരിശോധിച്ച സമയത്തും ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോഴും ഇതൊരു എല്ലാ രോഗവും ഒരേ രീതിയായിരുന്നു. ഈ ഓരോ രോഗിയുടെ കൂടെയും ഈ പറയുന്ന സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ എല്ലാ നീക്കങ്ങളും നമുക്ക് സസ്പീഷ്യസ് ആയിരുന്നു ആ സമയത്ത്. എന്ന് പറഞ്ഞാൽ ഈ 3 പേരും മരിക്കുന്ന സമയത്ത് സാന്നിധ്യം ഉണ്ടായിരുന്നത് ഈ സ്ത്രീയാണ്. സ്ത്രീ മാത്രം, മകൾ. അതെ. അച്ഛനും അമ്മയും മരിക്കുമ്പോൾ മകള് മരിക്കുമ്പോൾ അമ്മ കൂടെ. അതെ. അപ്പൊ ഈ 3 ഒരേ ഹോസ്പിറ്റലിൽ നിന്നാണ് 3 പേരും മരിക്കുന്നത്? അല്ലല്ല, വ്യത്യസ്ത ഹോസ്പിറ്റൽ. അവിടുത്തെ തലശ്ശേരി 2 ഹോസ്പിറ്റലുകളാണ്. എങ്ങനെയാണ് നിങ്ങൾ ആദ്യത്തെ ഈ ഫയൽ നിങ്ങളുടെ കിട്ടിയിട്ട് നിങ്ങൾക്കൊരു സംശയത്തിന്റെ ഈ രേഖകൾ പരിശോധിക്കുമ്പോഴും അദൃശ്യമായ ഈ സാന്നിധ്യം ഇവരുണ്ട് കൂടെ എല്ലായിടത്തും, അല്ലേ? സൗമ്യ, ഹോസ്പിറ്റലുകളിൽ ഉണ്ടാകുന്ന പല ഡോക്ടർ നിർദ്ദേശങ്ങളും പർപ്പസ്ഫുള്ളി ഈ സ്ത്രീ അവോയ്ഡ് ചെയ്യണം. ഉദാഹരണമായിട്ട് ഒരു ഹയർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പോകുന്ന സമയത്ത് അത് നിഷേധിക്കണം, പോകണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ അച്ഛനെ അവിടുന്ന് പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഹയർ ട്രീറ്റ്മെൻറ്റിൽ ഡോക്ടർ റെഫർ ചെയ്ത സമയത്ത് ഡോക്ടറുമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കി അതിനാണ് നിർബന്ധിച്ച് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നില്ല? വീട്ടിൽ നിന്ന് തന്നെയാണോ മരിക്കുന്നത്? ഹോസ്പിറ്റലിൽ നിന്നാണോ? രണ്ടാമത് വീണ്ടും പോകുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഈ സ്ത്രീ, ഈ സൗമ്യ എന്ന കഥാപാത്രത്തിന്റെ ഒരു സ്വഭാവം എന്താണ്? അവര് മാരീഡ് ആണോ? അവർക്ക് മാരീഡ് ആണ്, 2 കുട്ടികളുണ്ട്, ഭർത്താവ്. ആ 2 കുട്ടികളും പോയി, അമ്മയും അച്ഛനും. അപ്പൊ ഇവരുടെ ഒരു സ്വഭാവം എന്താണ്? ഇവര് വിവാഹം കഴിച്ചയച്ചത്? ഭർത്താവ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അവരും തിരിച്ച് അവർ വേറെ പോവുകയാണ്. അവർ വേറെ എവിടെയെങ്കിലും മറ്റു ജില്ലകളിലാണോ അവരൊക്കെ? വേറെ ജില്ലയിലാണ് അവരുണ്ടായത്. വേറെ ആലപ്പുഴ ജില്ലയിലോ? ആലപ്പുഴ ജില്ലയിലെ മറ്റേ കെട്ടി. ഇവരിലേക്ക് നിങ്ങൾ കൃത്യമായി എത്തുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്? അല്ല, ഇതിനകത്ത് എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഇതിപ്പോ എലിവിഷം ആണ്
എന്നെങ്ങനെ സൂചന കിട്ടുന്നത്? യെസ്, അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ വിസറ ടെസ്റ്റിന് അയച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും. കുട്ടികളില്ല, കുട്ടികൾ നമ്മൾ പോസ്റ്റ്മോർട്ടം കേസൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അച്ഛൻ്റെ അമ്മേന്റെയും വിസറ അല്ല, ടെസ്റ്റ് ഈ ചെയ്യാൻ വേണ്ടി മൃതദേഹമെല്ലാം സംസ്കരിച്ചു കഴിഞ്ഞില്ലായിരുന്നു? അച്ഛൻ്റെ അമ്മയ്ക്ക് അത് പ്രോപ്പറായി പോലീസ് നിങ്ങൾ പ്രാഥമികമായിട്ട് എല്ലാ കാര്യങ്ങളും പുറത്തെടുത്ത് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇല്ല വീണ്ടും റീപോസ്റ്റ്മോർട്ടം നടത്തി? ഇല്ല ഇല്ല ഇല്ല, ഏഹ്? അച്ഛൻ്റെയും അമ്മയുടെയും പോലീസ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എല്ലാം എല്ലാ കാര്യങ്ങളും നന്നായി വർക്ക് ചെയ്തു. പോലീസിന്റെ ഭാഗത്ത് വേറെ ഒരു അനാസ്ഥ ഉണ്ടായിരുന്നില്ല. ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് അവര് അതിന്റെ വിസ്ര പിന്നെ റീജിയണൽ കെമിക്കൽ ലാബിലേക്ക് കോഴിക്കോടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അയച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ബിക്കോസ് ഇതിന്റെ ഇത് കോസ് ഓഫ് ഡെത്ത് PMC ഫൈനലൈസ് ചെയ്തില്ല. കാരണം ഇത് വിസ്ര പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ഇത് കിട്ടിയാൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ രണ്ടും പ്രോപ്പറായിട്ട് അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ കുട്ടിയുടെ മാത്രമേ അയക്കാതിരുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഈ കേസ് ഹിസ്റ്ററി പഠിച്ച സമയത്ത്, ഹോസ്പിറ്റൽ പഠിച്ച സമയത്ത് ഇതിന്റെ എല്ലാ രോഗത്തിന്റെയും സിംറ്റംസും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഡോക്ടറോട് ചോദിക്കുമ്പോഴും എല്ലാം ഒരേ രീതിയാണ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കോമൺ ഫാക്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിന് എത്രയും ലാബ് റിപ്പോർട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ഉദ്യമം. ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു. സ്റ്റെപ്പ് അതല്ല, ലാബ് റിപ്പോർട്ട് കളക്ട് ചെയ്ത് മാത്രമല്ല, അതുവരെ ഈ സ്ത്രീയെ തന്നെ നമുക്ക് ജീവനോടെ കിട്ടണം. അതാണ് അതിന്റെ കാരണം ഈ മരണത്തിന്റെ കാരണം എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇല്ല. അപ്പൊ ഇവര് മരിച്ചു പോകാൻ നോക്കും. മരണത്തിന്റെ ഇവര് മരിക്കാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലാണ് എടുത്തത്? ഇതുവരെ മരണത്തിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും ഈ ലാബ് റിപ്പോർട്ട് കിട്ടാത്തോളം കാലം അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അത് നോർമലി 1 year 2 year ഒക്കെ നടക്കുന്ന സാധാരണ. അപ്പോ ഒരു ഗെയിമിങ് ആയിരുന്നു. കാരണം ആ സമയത്താണ് ഈ സ്ത്രീയും മനസ്സിലാക്കി എന്നുള്ള ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോയിരുന്നു. അറ്റംപ്റ്റല്ല, ആ ഒരു ടെൻഡൻസി ആയിരുന്നു. പിന്നെ സ്ത്രീ മാത്രമല്ല, ഇനി കൂടെയുള്ള ആൾക്കാർ വേറെ ആരും ചെയ്യോ എന്നുള്ള ഒരു പ്രതീതി ആയതുകൊണ്ട് കുറെ ആളെ സംശയത്തിന്റെ പേരിൽ നമ്മൾ കസ്റ്റഡിയിലൊക്കെ പോലീസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ വീട്ടിലെ 4 പേര് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ഇനി ഇവള് മാത്രമേ ഉള്ളൂ. ഈ സ്ത്രീയെ ചോദ്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സംഭവം കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ അടുത്തൊരു എവിഡൻസ് ഇല്ലാത്ത നമുക്ക് സ്ത്രീയെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത്രയും അതിന്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് വെച്ചാൽ ഒരേ സമയം ഈ പറയുന്ന ലാബ് ഈ റിപ്പോർട്ട് കിട്ടും. അതുപോലെ സ്ത്രീയെ നമുക്ക് സംരക്ഷിക്കണം. ഇവള് മരിക്കാതിരിക്കണം. കാരണം 4 പേര് മരിച്ചു, ഇവര് മരിക്കാതിരിക്കണം, ഇനി അവള് വേറെ ആർക്കും ചെയ്യാതിരിക്കണം. അപ്പൊ അതിന് എന്തോ അവള് ചെറിയൊരു ഒമിറ്റൊക്കെ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അവളെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ. അവള് ഒരു ഒമിറ്റിംഗ് അവളും കാണിച്ചു. എന്തുകൊണ്ട് അവളന്ന് ഒമിറ്റിംഗ് കാണിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവളത് പർപ്പസ്ഫുള്ളി കാണിച്ചതാണ്. അപ്പൊ ശരിക്കും ടേണിംഗ് പോയിന്റ് ആകുന്നത് അവൾ അസ്വസ്ഥത കാണിക്കും, അവൾ ഒമിറ്റിംഗ് വരുന്നു. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവള് തന്നെ പോവായിരുന്നു? പോലീസ് അതെങ്ങനെ അവള് വിളിച്ചു? കഥ എന്താണ്? അല്ല, അതില് നമുക്കിപ്പം ഒരു ആളെ ഹോസ്പിറ്റലിൽ എത്ര പ്രാവശ്യം എത്ര കാലഘട്ടം എങ്ങനെ അഡ്മിറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവള് ഇതുപോലെ ഒമിറ്റിംഗ് സ്വഭാവം കാണിച്ചതോടെ അവർ റിലേറ്റീവ്സെ ബന്ധപ്പെട്ട് നാട്ടുകാരൊക്കെ ബന്ധപ്പെട്ട് അവൾ അഡ്മിറ്റ് ചെയ്യിച്ചു. അവളൊരു ഒമിറ്റിംഗ് നടന്ന വിവരം നിങ്ങൾ എങ്ങനെ അറിയുന്നത്? അവിടുന്ന് നാട്ടുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും? ഒരു ദിവസം അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഈ 3 മരണത്തിന്റെ അസ്വാഭാവികത തോന്നുന്നത്. ശരിക്കും എപ്പോഴാ ഈ മരണം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്? എപ്പോഴാ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് നാട്ടുകാരുടെ പരാതിയായിരുന്നു. അത് ഈ സ്ത്രീയുടെ ഇടപെടലുകളും ഞാൻ നേരത്തെ പറഞ്ഞ 2-3 കാര്യങ്ങൾ. അല്ല, അത് പോലീസിന്റെ ശ്രദ്ധയിലേക്ക് എങ്ങനെയാ വരുന്നത്? അതൊരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു മരണം. അത് നാട്ടുകാർ പറഞ്ഞു തന്നെയാണ്, നാട്ടിൽ നിന്ന് ഇൻഫർമേഷൻ തന്നെയാണ്. പോലീസിന്റെ രഹസ്യ ഇൻഫർമേഷൻ മരണത്തിൽ ദുരൂഹതയുണ്ട്. 3 മാസത്തിനുള്ളിൽ 3 മരണം, അച്ഛൻ, അമ്മ, കുട്ടി മരിച്ചിട്ടുണ്ട്. ഇതൊന്നും സീരിയസ് ആയ സംഭവമാണ്. അപ്പൊ ഇന്ന് ഉള്ള ഒരു CM ലെവലിലും വിളി വരുന്നുണ്ട് ആ സമയത്ത്. അല്ല, മീൻസ് നമുക്ക് ചൈത്ര തെരേസ ജോൺ മേഡം ഒക്കെ ഉണ്ട്. മേഡവും അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. മേഡം ആയാലും SP ആയാലും നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നിരുന്നു. കാരണം വെച്ചാല് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിനകത്തൊരു കുറച്ച് കാലം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. മിനിമം ഒരു വീക്ക്, 1 വീക്ക്. ഈ 1 വീക്ക് ഇവളെ ജീവൻ നിലനിർത്തണം. അതാണ് പ്രധാനം. ഇവളെ കാര്യം തീർന്നു പോയ പിന്നെ തീർന്നു, കഥയില്ല. ഇവളാണോ ചെയ്തത്? ഇനി ഇവള് വേറെ ആരെ കൊണ്ട് ചെയ്യിച്ചതാണോ? അതന്നെയാണ് അതിന്റെ പ്രശ്നങ്ങൾ. ഇത് വളരെ സെൻസിറ്റീവായ അങ്കറിയാണ്. CM-ന്റെ നാടാണ്. അപ്പൊ നമ്മളത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോ നിങ്ങൾ ശരിക്കും മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. 1 വീക്ക് ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നു. കാരണം അതിന് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറ്റം നമ്മൾ പറയാൻ വരിക. കാരണം ഈ സ്ത്രീയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വനിതാ പോലീസിനൊക്കെ നഴ്സാക്കി വെച്ച് ആ. കൂടെ അത് ഇരുന്നു. അതിന്റെ നല്ല രസമുള്ള കഥയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ നേഴ്സിന്റെ റോളിൽ വനിതാ പോലീസ് വന്നു. ഉണ്ടായി. എത്ര പേരെ ഇട്ടു? രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേരും നേഴ്സുമാരായിട്ട് ഇവളുടെ കൂടെ തന്നെ. എന്തായിരുന്നു ഇവളുടെ കുറെ ആക്ഷൻസ് പത്രത്തിൽ വന്നതാണ്. അതെ. ഇവളുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? അല്ല, ആദ്യം സംശയം ഉണ്ടായിരുന്നില്ല. ആ. പിന്നീട് കക്ഷിക്ക് സംശയം വന്നു. നിങ്ങൾ പോലീസ് അല്ലേ എന്നൊക്കെ സംശയം വന്നു ഉം. നഴ്സിന്റെ കൂടെ. ആക്ച്വലി ഇവൾക്ക് ഈ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, അസുഖം ഉണ്ടായിരുന്നു, ഈ ഓമിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താ അത് ഈ എന്തുകൊണ്ടാ വന്നത്? പക്ഷെ ഇതിന്റെ ഒരു റാറ്റ് പോയിസന്റെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആ. അത് മെന്റലി മാനസിക സമ്മർദ്ദം കൊണ്ട് ഇത്രയും പേരെ കൊലപ്പെടുത്തിയതിന്റെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ അസുഖം ജസ്റ്റ് ഒന്ന് ഈ ബെഡ് ഹോസ്പിറ്റലിൽ മൊത്തം എത്ര ദിവസം കിടന്നു നിങ്ങളുടെ നിരീക്ഷണത്തിൽ? ഒരാഴ്ച കിടന്നു. ഉണ്ടാവും. ഒരാഴ്ച. ആ ദിവസങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവള് മുഖ്യമന്ത്രിയെ വിളിക്കും, ഞാൻ പരാതി അതൊക്കെ അങ്ങനെ പലതും പറയുന്നു. പക്ഷെ എന്തൊക്കെയായിരുന്നു അന്നത്തെ ആക്ഷൻസ് അവളുടെ? അല്ല, അത് നമ്മൾ പോയില്ല അങ്ങോട്ട്. കാരണം നമ്മളെ ഈ വനിതാ പോലീസിന്റെ റിപ്പോർട്ടിംഗ് എങ്ങനെയായിരുന്നു? അതൊക്കെ ഉണ്ടായിരുന്നു. അവള് ജസ്റ്റ് എപ്പോഴും ഒരു വീട്ടിൽ പോകണമെന്ന് പറയുക, ഉം. പിന്നെ സംശയങ്ങൾ പറയുക. ഉം. പിന്നെ ലാസ്റ്റ് 2 ഡേയ്സ് ആകുമ്പോൾ അവൾക്ക് കാര്യം സംശയം വന്നിരുന്നു. അവൾ സ്വയം ഒരു 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 റിവ്യൂയിലേക്ക് തീരുമാനത്തിൽ എത്തിയിരുന്നു. ഞാൻ അങ്ങനെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. പോലീസ് കസ്റ്റഡിയിലാണെന്ന് തോന്നല അവർക്ക്. സ്റ്റഡിയല്ല, ഹോസ്പിറ്റലാണെന്നുള്ളത്. പോലീസ് ചുറ്റും ഉണ്ടെന്നൊരു തോന്നല. സർവൈലൻസ് ഉണ്ട്, പോലീസ് ഉണ്ട്. അപ്പൊ ഡോക്ടർ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് കൊണ്ടുപോകുന്ന ഉറപ്പുണ്ടായിരുന്നു. അവളെ ഡോക്ടർ അത് മീൻസ് ശരിക്കും ഒബ്സർവേഷൻ ഉണ്ടോ? ഡോക്ടർ മെഡിക്കൽ ഒബ്സർവേഷൻ തന്നെയായിരുന്നു എനിക്ക്. കാരണം വെച്ചാൽ 3 പേര് ഇങ്ങനെ മരിക്കുമ്പോൾ ഇവൾക്ക് ഇത് ഈ റാറ്റ് പോയിസൺ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ റാറ്റ് പോയിസൺ ആണെന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഈ മെഡിക്കൽ റിപ്പോർട്ട് എപ്പോഴാണ് വരുന്നത്? നിങ്ങൾ അയച്ച ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷം അതെങ്ങനെ പെട്ടെന്ന് കിട്ടി? നിങ്ങൾ ഇടപെട്ടു? അതിപ്പോ നമ്മള് നോർമലി 2 years ആണ് ഉണ്ടാവും. 1 year എന്തായാലും കിട്ടും. അപ്പൊ അന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ അവർ നമുക്ക് അതിന്റെ പ്രാധാന്യം കൊണ്ട് അവർ വേഗം എടുത്തു തരാറുണ്ട്. അങ്ങനെ തരുമല്ലോ. അതിന്റെ തിരുവനന്തപുരം ഫോറൻസിക് ലാബിലായിരുന്നു. കോഴിക്കോട്. അപ്പൊ അങ്ങനെ ഒരു ലെറ്റർ വാങ്ങി കൊടുത്തു. ജില്ലാ പോലീസ് മേധാവിയുടെ ഡിഒ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അതിന്റെ പ്രാധാന്യം നോക്കി അവർ വേഗം പ്രയോറിറ്റി തരുന്നത്. പ്രയോറിറ്റി കിട്ടുമ്പോഴാണ് അങ്ങനെയാണ്. അത് കിട്ടുമ്പോഴാണ് ഈ 2 വിസ്രകത്തും അലുമിനിയം ഫോസ്ഫൈഡ് എന്നുള്ള ഈ എലിവിഷത്തിന്റെ കണ്ടന്റ് ആര് കൊടുത്തു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതാണ് അടുത്ത ചോദ്യം. അപ്പോ നോർമലി ഈ പറയുന്ന പ്രായമായ അച്ഛനും അമ്മയുടെ അന്തരീവ അവയവത്തിനകത്ത് ഈ പറയുന്ന എലിവിഷമോ എന്ത് പോയിസണോ എന്ത് ഫോറിൻ മെറ്റീരിയൽസ് ഉണ്ടായാലും അതിനകത്ത് നമുക്ക് ഒരു സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം ദേ ക്യാൻ യൂസ്, അവർക്കത് കിട്ടും, അവർ സ്വന്തമായും ചെയ്യാം. യെസ്, അവർക്ക് പർച്ചേസ് ചെയ്യാം, അവർക്കത് സ്വന്തം ചെയ്യാം. അതിനകത്ത് നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. അവർ രണ്ടുപേരും ആത്മഹത്യയാണെന്നും വേണമെങ്കിൽ കരുതാം. യെസ്, അങ്ങനെ കരുതാം. തീർച്ചയായും. കുട്ടിയോ? കുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അതുവരെ നമ്മളത് അത് ഉണ്ടത്ര പുറത്തുണ്ടത്ര നമ്മൾ ഇപ്പോ ബോഡി ഉണ്ട് അവിടെ. യെസ്, നോർമലി 2 പേരെയും ഈ ഒരു പോയിസൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സംശയിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത. പക്ഷെ അതും മൊത്തം ഹിസ്റ്ററിയും ഹോസ്പിറ്റലിലുള്ള ഈ സ്ത്രീയെ കുറിച്ച് നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ. എന്തൊക്കെയാണ് അവരെ? അവള് യൂട്യൂബ് സെർച്ചറായിരുന്നു ഭയങ്കര. യൂട്യൂബിൽ കൂടി മൊബൈൽ കസ്റ്റഡിയിൽ എടുത്തായിരുന്നു. യെസ്, യൂട്യൂബിൽ കൂടി വളരെ സെർച്ച് ചെയ്ത് ഇങ്ങനെയുള്ള സ്ലോ പോയിസണിങ് ഉള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാം. അപ്പൊ മൊബൈൽ എങ്ങനെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തത്? ശരി, അത് അവിടുന്ന് പ്രോപ്പർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് എടുത്തു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയ സമയത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ ഒതളങ്ങ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഒതളങ്ങ എന്ന് പറഞ്ഞ ഒരു വിഷക്കായ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി നടത്തി ഇവിടെ അവിടെ പോയിട്ട്. അത് ആ നാട്ടിലൊക്കെ ഒതളങ്ങയുണ്ട്. തെക്കൻ ജില്ലയിലെ മറ്റാണ് ഇവിടെ കെട്ടിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് അത് നമ്മൾ അതിന്റെ ഫോളോ ചെയ്ത സമയത്താണ് ഇവള് ഈ പറയുന്ന സ്ലോ പോയിസണിങ്ങിനെ കുറിച്ചും എലിവിഷത്തെ കുറിച്ചൊക്കെ ഭയങ്കര സ്റ്റഡി ചെയ്യുകയാണ്. അപ്പോൾ ഭയങ്കര സംശയം തോന്നിയില്ല നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു സൂയിസൈഡ് ആണോ ഹോമിസൈഡ് ആണോ എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര തോന്നിക്കുന്നത്. അപ്പം അതിന് ഇപ്പോൾ അച്ഛനും അമ്മയും എന്തായാലും ഈ പറയുന്ന ചെയ്യാം, അവർക്ക് ചെയ്യാം. പക്ഷേ ഈ കുട്ടിയുടെ പിന്നെ മെഡിക്കൽ ഹിസ്റ്ററിയും സെയിം ആണ്. ഈ അച്ഛനും അമ്മയുടെ അതേ മെഡിക്കൽ ഹിസ്റ്ററി തന്നെയാണ്. ആണെന്ന് എങ്ങനെ കണ്ടെത്തി നിങ്ങൾ? ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് നോക്കി. അല്ലാതെ ബോഡി വീണ്ടും റീപോസ്റ്റ്മോർട്ടം നടത്തി? അല്ല, പ്രാഥമികമായിട്ട് മീൻസ് 3 ആൾക്കും സെയിം സാധനമാണെന്ന് മനസ്സിലായി. 3 പേർക്കും ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഹോസ്പിറ്റൽ രേഖകളുണ്ടല്ലോ. 3 പേരും ഹോസ്പിറ്റൽ രേഖകളും പോലീസ് സർജനുമായിട്ട് കൊണ്ടുപോയി സംസാരിച്ച് ബാലകൃഷ്ണപിള്ളയായിരുന്നു. വളരെ എഫേർട്ടാണ്, വളരെ ബ്രില്യൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ അടുത്ത് പോയിട്ട് 3 മെഡിക്കൽ രേഖകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് സംശയമുണ്ട് പ്രേമേന്ദ്രൻ. കാരണം ദിസ് ഇസ് സെയിം ആണെല്ലാം, എല്ലാം ഡെത്തിന്റെ കോഴ്സ് എല്ലാം ഒരേ സാധനമാണ്, ഒരേ രീതിയാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സാധനം കിട്ടിയ സ്ഥിതിക്ക് ഇതും ഒന്ന് വളരെ സംശയമുള്ളതാണ്, പരിശോധിക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മളത് പുറത്തെടുത്ത് പരിശോധിക്കാനും ഈ കുട്ടിയുടെ ബോഡി എഫ്ഐആർ ഇടാനും തീരുമാനിച്ചു. ഈ കുട്ടിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 7 വയസ്സോ 7 വയസ്സ് 13 വയസ്സ് 13 വയസ്സ് 7 വയസ്സ് ആദ്യത്തെ കുട്ടിയാണ്. ബോഡി പുറത്തെടുത്തു. യെസ്. അപ്പൊ അതിനകത്ത്
അച്ഛനും അമ്മയ്ക്കും ഈ സാധനം കിട്ടാം, ഉം. കുട്ടിക്ക് ഇത് കിട്ടില്ലല്ലോ. കിട്ടൂല. അപ്പോൾ ഹോമിസൈഡ് ആവാൻ വലിയ ചാൻസ് അവിടെ വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഫാമിലി അടക്കം സൂയിസൈഡ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇവൾ അതിനകത്ത് പെട്ടില്ല. എന്തുകൊണ്ട് സൗമ്യ അതിന് പെട്ടില്ല? അപ്പോൾ സൗമ്യയുടെ മൊത്തം എല്ലാ ആക്ടിവിറ്റീസും അവളെ പിന്നെ മീൻസ് സോഷ്യൽ മീഡിയ നമ്മൾ ഈ പറയുന്ന ഒരുപാട് സെർച്ചുകൾ നടത്തിയിട്ടുണ്ട് ഇതുമായി വന്നു. അതൊക്കെ പരിശോധിക്കുമ്പോൾ സംതിങ് റോങ് ആണെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഈ ഐശ്വര്യ എന്ന കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുക. ഈ അവിടെ പുറത്തെടുക്കുമ്പോഴേക്ക് ഇവളില്ലേ വീട്ടിൽ? ഇവളെന്താ അതിനെ കുറിച്ചൊക്കെ പറയുന്നത്? ഇവളില്ല, ഇവൾ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലാണ്. അത് അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി. അവിടെ തന്നെ പേഴ്സണൽ പോസ്റ്റ്മോർട്ടം നടത്തി. ആ സ്പോട്ടിൽ തന്നെ Yes, വീട്ടിൽ yes. തന്നെയല്ലേ എല്ലാ മൃതദേഹവും സംസ്കരിച്ചിരിക്കുന്നത്? അതെ അതെ 4 മൃതദേഹവും വീടിന്റെ മുന്നിൽ തന്നെ യെസ് അല്ലേ? അടുത്തടുത്ത്. അപ്പൊ ഇവളുടെ മൃതദേഹം എടുത്തു, ഫോറൻസിക് സർജൻ അവിടെ വന്ന് യെസ് പോസ്റ്റ്മോർട്ടം നടത്തി. ചെയ്തു. ആ. പിന്നെ അവിടെ വേറൊരു ഹിസ്റ്ററി മീൻസ് ഇവളൊരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു പയ്യൻ. ഉം. അവനുടെ നിത്യസന്ദർശകനായിരുന്നു. അപ്പോൾ ആ പയ്യന്റെ മൊഴിയിൽ നിന്നാണ് വേറൊരു 1-2 കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഇവളെ കയ്യിൽ പിന്നെ റാറ്റ് പോയിസൺ ഉണ്ടെന്നുള്ളത്. എലിവേഷമുണ്ട്. Yes. അതെങ്ങനെ അവന് മനസ്സിലായി? അവൻ ഒരു പ്രാവശ്യം അവിടെ കണ്ടു അത്. അപ്പോൾ അതിനുശേഷം ഇവൻ അത് അവളെ കയ്യിൽ നിന്ന് വാങ്ങി ചാടിയിരുന്നു. അവിടെ ആ സാധനം നമ്മൾ കണ്ടെത്തിയിരുന്നു, ആ ചാടിയ സാധനം. അവളുടെ കയ്യിൽ നിന്ന് അവള് ആ ബോക്സ് ഉണ്ടായിരുന്നു, ആ ബോക്സിനകത്തും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഇവിടെ കിടത്തിയിട്ടാണ് ഈ പണി മുഴുവൻ Yes, പോലീസ് എടുത്തത്. അതാണ് ഈ ഒരു അയ്യോ, 1 വീക്ക് ഭയങ്കര റിസ്കി പണിയാണല്ലോ അല്ലെ? മൊത്തം പണി നമ്മൾ ഒരാഴ്ച കൊണ്ടാണ് ഒരാഴ്ച ഈ കൊണ്ടാണ്. ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊക്കെ ഇവൾ അറിയുന്നില്ലല്ലോ. ഇല്ല, അറിയില്ല. ഇവള് ഹോസ്പിറ്റലിലാണ്, Yes. ഇവൾക്ക് ഫോണില്ല. അതെ. ഇവള് ഈ പോലീസിന്റെ നിഴൽ പോലീസ് ഉണ്ട് അവളുടെ കൂടെ. Yes. അപ്പൊ ഈ പോസ്റ്റ്മോർട്ടം നടത്തി അതിനകത്ത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? അതിനകത്തും ഈ എലിവിഷത്തിന്റെ Yes, സാന്നിധ്യം അല്ല അതിനകത്ത് വിസറ ടെസ്റ്റ് എടുത്ത് കളക്ട് ചെയ്ത് കൊടുത്തു നമ്മള്. ആ. നമ്മള് ഭാഗ്യത്തിന് ആ കുട്ടിയുടെ ബോഡിക്കകത്ത് നിന്ന് ഒന്നും പോയില്ല. എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കിട്ടിയിരുന്നു. 3 മാസമല്ലേ ആയുള്ളൂ. ആ. 3 മാസം 3 മാസം ആ. എല്ലാം നമുക്ക് ഇൻടാക്ട് ആയിട്ട് കിട്ടിയിരുന്നു. അപ്പൊ തന്നെ അത് കൈയോടെ നമ്മള് പ്രോപ്പർ ചാനൽ വളരെ വേഗതയിൽ അത് കോടതി മുഖാന്തരം FSL എത്തിച്ചു. എത്ര ദിവസം കൊണ്ട് കിട്ടി ഫോറൻസിക് റിപ്പോർട്ട്? ഇതെല്ലാം കൂടെ ഒരു 1 വീക്കിനകത്ത് കിട്ടി. അതും കിട്ടി. അത് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക ലെറ്ററും കൊടുത്ത് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരത് നല്ലത് സഹകരിച്ചു. അവരോട് അവിടെ ലാബിൽ അവർ നല്ല സഹകരിച്ചു. അതിനകത്തും അലുമിനിയം ഫോസ്ഫൈഡ് ഫോസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ എലിവിഷത്തിലുള്ള കണ്ടന്റ് മീൻസ് അതിന്റെ ഒരു വാതകം, വിഷാംശ വാതകമാണ്. അത് മൂന്നും അതാണ് ഇത് നമ്മുടെ ആസിഡുമായി ഉപയോഗിച്ച് അത് ഗ്യാസ് ആയിട്ട് അത് വിഷാംശം അങ്ങനെയാണ് അതിന്റെ പ്രവൃത്തി. ഡോക്ടർ. അപ്പൊ അതാണ് മുഴുവൻ ആൾക്കാരും ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി മാത്രമല്ല ശ്വാസമുട്ടുണ്ട്. 3 ഡെത്തും അതാണ് കൺഫേം ചെയ്യും. സ്ലോ ആണ്, കുറേശ്ശെ കൊടുക്കും. എത്ര ദിവസം എടുത്തിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ടാവുക? അത് ഒരു 3-4 കൊണ്ട് 1 മാസം 3 മാസം കറിയിലൊക്കെ ജസ്റ്റ് ഉപയോഗിച്ചു. മകളെ 2 മക്കളും പോയി, അമ്മയും അച്ഛനും പോയി. അത് കഴിഞ്ഞ് ഇപ്പൊ ഇത് കൂടി കിട്ടിയല്ലോ. ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് ശരിക്കും ഇവളിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നത്. യെസ്, അതിനുശേഷമാണ് ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഓക്കെ ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം കിട്ടിയ ശേഷം വീണ്ടും നമ്മളെ ആവശ്യത്തിന് വേണ്ടി ഡിസ്ചാർജ് ആക്കിയില്ല. ഡോക്ടർ ചോദിച്ചു അപ്പൊ ഇവൾക്ക് യഥാർത്ഥത്തിൽ എന്താ അസുഖം? ഇവള് അതോടെ ടയർഡായിരുന്നു, മെന്റലിയും മാനസികമായും. ഈ 3 കൊലപാതകം അവള് നടത്തി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് അതിനകത്തുള്ള കുറ്റബോധം, പിന്നെ അസുഖം മെന്റലി ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ മാനസിക രോഗത്തിലുള്ള ചികിത്സയും മാനസിക രോഗ ചികിത്സ ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലൊരു അസ്വസ്ഥതയായിരുന്നു. ചിലപ്പോ അത് ഡോക്ടർ ചിലപ്പോ അതിന്റെ എന്താ പറയുക നമ്മള് പോലീസിന്റെ തീരുമാനം അറിയിക്കാനായിരിക്കും അതൊരു വെച്ച് അവരതിന് ശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷം നമ്മള് എങ്ങനെ അതൊരു നാടകമായിരുന്നല്ലോ ശരിക്ക്. എനിക്ക് ഓർമ്മയുണ്ട് ഇതിനകത്ത് നിങ്ങളൊക്കെ പിന്തുടരുന്നുണ്ടായിരുന്നു ഓട്ടോറിക്ഷ. ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാല് 4-5 സാഹചര്യങ്ങൾ നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു അവിടെ. ഒന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് ഹൈലി സെൻസിറ്റീവ് ആണ്. ബിക്കോസ് CM നാടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ അത് വളരെ സ്റ്റേറ്റ് വൈഡ് വലിയ വിഷയമായി മാറും. അങ്ങനെ ഇൻഫ്ലുവൻസ് ആണോ വലിയ ഇഷ്യൂ ആയി വരും. വളരെ കെയർ ആയിട്ട് ചെയ്യേണ്ട സാധനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വളരെ കെയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഈ സ്ത്രീയെ നമ്മൾ ലൈവായിട്ട് കൊണ്ടുപോകുക, അത് വലിയൊരു റിസ്ക് ആണ്. കാരണം മകളെ ലേറ്റർ എന്താ ചെയ്തത് അത് ഞാൻ പറയാം. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒരു കത്തിയെടുത്ത് കുത്തുകയോ അല്ലെങ്കിൽ വേറെ അടിച്ചുകൊല്ലുകയോ ചെയ്യാണ് നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു ഐ വിറ്റ്നസ് ഉണ്ടാവില്ല, വേറെ ഒന്നുമില്ല. ആകെയുള്ളത് സയന്റിഫിക് എവിഡൻസ് ആണ്. അത് നമ്മൾ മാക്സിമം കുറെ കളക്ട് ചെയ്തു. പക്ഷെ എങ്കിലും ഇത് പോയ്സൺ ആണെന്ന് അറിയണമല്ലോ. വെറുതെ നമ്മൾ അതും ഇതൊക്കെ എടുത്തോണ്ട് എലിവിഷത്തിന്റെ റിമൈൻസുകളും മറ്റും ഇതൊക്കെ എടുത്തതുകൊണ്ടോ നമ്മളിത് കൊലപാതകം എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളത് മൂന്നാമത്തെ പോയിന്റ്. അത് അന്ന് ജില്ലാ പോലീസ് മേധാവി നല്ല ഇടപെടലുണ്ടായിരുന്നു സാറിന്റെ.
അപ്പൊ ദൈവം അതുപോലെ ചിത്ര മേഡം. 3ന്റെ ഫോറൻസിക് റിപ്പോർട്ട് കയ്യിലായി. യെസ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അല്ലേ? അല്ല അത് പിന്നെ റിസ്ക് ആണ്. ദൈവം തീരുമാനിച്ചു. ആ. അപ്പൊ ഇതായി മാറി. പിന്നെ അടുത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഇത് വലിയൊരു സംഭവമാണ്. കാരണം സ്ത്രീ നമ്മളൊരു അമ്മയാണ്. ഈ ഒരു അമ്മയെ നമ്മൾ വെറുതെ നീ ചെയ്തു എന്ന് ഡയറക്റ്റ് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. അത് നമുക്ക് അപ്പൊ നിങ്ങൾ ഇവളെ വലിയൊരു ഇതാണ്. ഈ ഒരു സ്ത്രീയോട് നീയാണ് ചെയ്തത്, നീ കുട്ടിയെ ചെയ്തു എന്ന്. ഇതിന്റെ ഇടയ്ക്ക് മറ്റു ചില കസ്റ്റഡിയിൽ എടുത്തില്ലായിരുന്നു ഇവളായിട്ട് സൗഹൃദമുള്ളവരെ? അവരൊക്കെ എന്താ പറയുന്നത്? അല്ല അവർക്കൊക്കെ ഇത് അല്ല ഒരു പയ്യനെ അറിയാം ഇവള് പിന്നെ ഈ ടെലിവിഷൻ ഇവളെ കയ്യിലുണ്ടായിരുന്നു. മറ്റുള്ളവരൊക്കെയോ? ഇല്ല മറ്റില്ല അവരൊക്കെ ഇവരുമായിട്ടുള്ള personal സൗഹൃദവും വ്യക്തിപരമായ ബന്ധങ്ങളും അതൊക്കെ പോട്ടെ, അത് വേറെ രീതി. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതുമായിട്ട് ബന്ധമില്ല. അത് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ ഇവരൊക്കെ ആയിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു. അതെ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട സംഭവമാണ് നിങ്ങൾ കവർ ചെയ്യുക, നിങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളത്. മീഡിയാസിന് ഇത് മാനേജ് ചെയ്യുക എന്നുള്ള വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ നമ്മൾ പുറകെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇവരെ കയറ്റുമ്പോൾ എന്റെ ആള് അതിന് നിഴൽ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓട്ടോറിക്ഷയിലാണ് അവിടുന്ന് ഓട്ടോറിക്ഷയിൽ ഇപ്പം കയറ്റി നേരെ 4 റൗണ്ട് അടിച്ചിട്ടോ മൊത്തം. പത്രക്കാർ കാണാതിരിക്കുക. അതെ അതെ അതെ. തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റി 4 റൗണ്ട് പല സ്ഥലത്തും പല സ്ഥലത്ത് കറങ്ങി. ആ കറങ്ങുന്നതിന്റെ ലക്ഷണം എന്താ? പത്രക്കാരെ ഡയറക്ഷൻ തെറ്റിക്കാന്നുള്ളത്. മീൻസ് അതന്നെയാണ് നമുക്കൊരു നിങ്ങൾ ഓട്ടോറിക്ഷ കയറുന്നത് ഞാൻ ഇട്ട ചാരക്കണ്ണുകൾ അവിടെ എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ കൂട്ടിക്കൊണ്ട് അല്ല നിങ്ങൾ ഉണ്ട് നമുക്ക് ഉറപ്പാണ്. മീഡിയാസ് നമ്മൾ പറയേണ്ടതെന്ന് ഉറപ്പാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഇതേപോലെ വളരെ അഭ്യുതക നിങ്ങളെ ഗസ്റ്റ് ഹൗസ് ആണ് നിങ്ങളുടെ അന്വേഷണ കേന്ദ്രം. അത് നിങ്ങൾ ആദ്യം എങ്ങോട്ടാ കൊണ്ടുപോയി? അത് മീൻസ് നമ്മൾ ഒരു പോയി ഈ ഓട്ടോറിക്ഷയിൽ ആരെ വിളക്കി? 2 വനിതാ പോലീസ് ഇവിടെ കയറ്റി. നിങ്ങൾ ബാക്കിൽ വേറെ പ്രൈവറ്റ് വണ്ടിയിലാണോ നിങ്ങളുടെ വണ്ടിയിലാണോ? നിങ്ങൾ ഓട്ടോറിക്ഷ. ആ അവര് അതിനകത്ത് എന്താ സംഭവം വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഡെസ്റ്റിനേഷൻ ഇല്ല. ഇത് എവിടെ നിന്നാണ് ചെയ്യുന്ന വലിയ പ്രശ്നമായിരുന്നു. തീരുമാനമില്ല. ഓട്ടോറിക്ഷ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതെ അതെ. നമുക്കൊരു നിങ്ങളൊന്ന് ഫ്രീ ആയി കിട്ടുമോ എന്നുള്ളത്. പക്ഷെ അപ്പൊ ഒരു അരമണിക്കൂർ ടൗണിൽ മൊത്തം പല സ്ഥലത്ത് റോഡിലേക്ക് കൂടെ തെറ്റിച്ച് വന്ന്. നിങ്ങൾ ബാക്കിലാണോ മുന്നിലാണോ? ഞാൻ മുമ്പിലായിരുന്നു. മുമ്പിൽ. അപ്പൊ നിങ്ങൾ പോകും, അതിന്റെ ബാക്കിൽ 2 ഓട്ടോറിക്ഷ പോവാണ്. ഒരു ഓട്ടോറിക്ഷയിൽ സൗമ്യ ഉണ്ട്, വനിതാ പോലീസ് ഉണ്ട്. ഒരു ഓട്ടോറിക്ഷയിൽ നിങ്ങളുടെ ടീം. നിങ്ങൾ ഒറ്റക്കാണോ വേറെ ടീം ഉണ്ടോ കൂടെ? നമ്മൾ 2-3 പേര്. 2 ഓട്ടോറിക്ഷയാണ് പോലീസ് ഇങ്ങനെ നഗരത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ ഗസ്റ്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൽ തീരുമാനിക്കാൻ എന്താ കാരണം? ലാസ്റ്റില് മാഡത്തോട് സംസാരിച്ചു. നമ്മൾ അവിടെ തന്നെ ചെയ്യാൻ നോക്കും. പക്ഷെ അത് നിങ്ങൾ അറിയാതെ മീൻസ് നമ്മൾ ഡയറക്ഷൻ പേഴ്സൺ മാറ്റിയിരുന്നു. നമ്മളത് പുറകെ കൂടെ വന്നിരിക്കുന്നത്. ബാക്കിലൂടെ നമ്മുടെ PWD ഓഫീസിലേക്ക് എന്ന് പറഞ്ഞാൽ സമരറ്റ് നോമിന്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ നിങ്ങൾ കയറുന്നു. കയറി ഗസ്റ്റ് ഹൗസ്. പത്രക്കാരെല്ലാം മുന്നിൽ നിൽക്കുന്നത്. അവർക്കൊന്നും അറിയില്ല. അല്ല അവർക്ക് അറിയില്ല. പിന്നീട് അവര് മനസ്സിലായി. എന്നിട്ട് ഇവളെ റൂമിൽ കയറ്റുന്നു. റൂമിൽ കയറ്റിട്ട് പിന്നെ എന്താ പിന്നെ സംഭവിക്കുന്നത്? പിന്നെ നമ്മള് മാഡം ഉണ്ടായിരുന്നു. മാഡമൊക്കെ നന്നായിട്ട് ചോദ്യം ചെയ്തു. ഒരുപാട് നമ്മള് കക്ഷിയെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഇവളുടെ ഒരു നിഷേധിക്കുകയാണ്. പിന്നെ ഈ നമ്മളത് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് അവളുടെ യാത്രകളും ആലപ്പുഴ പോയിരുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതുപോലെ യൂട്യൂബ് സെർച്ചുകൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചോദിച്ചു. എത്ര മണിക്കൂർ എടുത്തു ശരിക്കും? ഒരു ഡേ വൈകുന്നേരം വരെ വർഷം സംസാരിച്ചു. എത്ര മണിക്ക്? രാവിലെ 9 മണിക്കല്ലേ? മറ്റോ 10 മണിക്കാണ് എടുക്കുന്നത്. 6 മണിക്ക് അറസ്റ്റ് ചെയ്തു. അല്ല അതുവരെ ഇവളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എങ്ങനെ? നിങ്ങൾ എപ്പോഴാണ് അവളിലേക്ക് എത്തുന്നത് ശരിക്കും? അവളെ നിങ്ങൾ ചോദിക്കുന്നത് ആദ്യം മുതലേ നിങ്ങൾ അവളെ ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിങ്ങൾ കാണാൻ പോയായിരുന്നു? ഞാൻ 2 പ്രാവശ്യം പുറത്തു പോയി നോക്കിയില്ലേ. അത്രേ ഉള്ളൂ. ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഉള്ളിൽ മീൻസ് എന്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. നേഴ്സുമാര് വനിതാ പോലീസായിട്ട് അവിടെ നിൽക്കുന്നു. വനിതാ പോലീസ് നേഴ്സായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചു. എത്ര നമ്പർ മുറിയില്ല? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. പഴയ ബ്ലോക്ക് അല്ലേ? പഴയ ബ്ലോക്കിൽ ഇവളുമായിട്ട് ഇരിക്കുന്നു. അത് പുതിയ ബ്ലോക്കാണോ? പഴയ ബ്ലോക്ക്. അപ്പൊ ഇവളെയും കൊണ്ട് അവിടെ വരുന്നു. അപ്പോഴാണ് ഇവളെ ഈ വനിതാ പോലീസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പൊ ഇവള് ചോദിക്കുന്നില്ല ഇതെങ്ങോട്ട് എന്താ? പിന്നീട് അവൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ തന്നെ ഒരു 2 ദിവസം തന്നെ ലാസ്റ്റ് 2 ഡേയ്സ് അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ റൂമിൽ കയറ്റി. ആദ്യത്തെ എൻട്രി നിങ്ങളാണോ അത് ASP ആണോ? നമ്മൾ മാഡം എല്ലാവരും നമ്മൾ പോയി ഒരുമിച്ച് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളെ വലിയ കാര്യങ്ങളൊക്കെ കക്ഷിയോട് സംസാരിച്ചു. പക്ഷെ ചോദിക്കുന്നത് ഞാൻ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത്. വൈകാരിക പ്രകടനം വല്ലതും ഉണ്ടോ? അങ്ങനെ ഇല്ല. അങ്ങനത്തെ വൈകാരിക പ്രകടനമായിരുന്നില്ല. പക്ഷെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണല്ലോ. നമുക്ക് പറ്റൂല അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഏകദേശം അവളെ മെന്റലി അവളെ നമ്മൾ ഒരു ബ്രേക്കിങ്ങിലേക്ക് എത്തിച്ചിരുന്നു. പിന്നീടാണ് നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യാൻ ആള് വേണം. മീൻസ് നമ്മളെ ബ്രേക്കിങ്ങിലേക്ക് നിങ്ങൾ രാവിലെ 10 മണിക്ക് അവളെ കൊണ്ടുപോകും. അതെ. വൈകുന്നേരം ഒരു 5 മണി വരെ നിങ്ങൾ നിരന്തരം ചൈത്ര മേഡം നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരമൊക്കെ ഇവളുടെ പ്രതികരണങ്ങളുടെ ഭാവ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വ്യത്യാസമുണ്ട്. ഒരുപാട് മാറും. ഒന്ന് നിങ്ങൾ അവളോട് ഈ അനിമേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ എന്താ പറയുന്നത്? അറിയില്ല എന്നൊക്കെ പറയുന്നു. അറിയില്ല. പിന്നെ ഈ യൂട്യൂബ് സെർച്ച്, പിന്നെ അവളെ പേഴ്സണൽ കാര്യങ്ങളും അവൾ അനുഭവിച്ച വിഷമങ്ങൾ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ആയി എന്ന് പറയുന്നത്? അത് അവള് പറയുന്നത്. അതാണ് എന്റെ പ്രശ്നം. ഒരു മാനസികമായ ഇത് തന്നെയാണ്. എന്തൊക്കെയാണ് അവൾ അനുഭവിച്ചത്? ജീവിക്കുക എന്നുള്ളൊരു ഇതുകൊണ്ട് പിന്നെ കുടുംബത്തിലുണ്ടാകുന്ന ഭർത്താവിന്
ഒഴിവാക്കി പോയത് അങ്ങനെ പ്രശ്നം. എന്തിനു കൊന്നു എന്നാണ് അവളുടെ ഒരു നിങ്ങൾ അല്ല അവര് മെന്റൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. ഒരു ഒറ്റക്ക് ജീവിക്കുക എന്നുള്ള ഒരു നമുക്കൊരു ഭരണ ശരിക്കും നമ്മള് ആരും ഇല്ലാതെ ജീവിക്കുക എന്നുള്ള ഒരു ഇതുണ്ടാവും. സ്വതന്ത്രമായി ജീവിക്കുക. യെസ്. അതിന് ഈ മാതാപിതാക്കളും അല്ല അതൊരു മനസ്സിൽ അങ്ങനെ ഒരു മെന്റലായ ഒരു ഇഷ്യൂ വന്നു. അതാകുമ്പോ ചിന്ത അങ്ങനെ വന്നു. അങ്ങനെ വന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ വൈകുന്നേരം ഇതിന്റെ ഇത് നമ്മള് ഞാനും മേഡായാലും സ്ക്വാഡർ പോലീസുകാരായാലും എന്താ പോലീസായാലും എല്ലാവരും ചോദിച്ചതിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രഷ്നെസ്, ഒരു ഫ്രഷ് ഇല്ല. നമ്മൾ ഓൾറെഡി നിങ്ങളുടെ കൂടെ ആരൊക്കെയാണ് സ്കീം സ്ക്വാഡ്? ASP ചൈത്ര തെരേസ ജോൺ, നിങ്ങൾ പിന്നെ ഉണ്ടായിരുന്ന സ്ക്വാഡിൽ അതുപോലെ നമ്മളെ ബിജുലാലൊക്കെ ഉണ്ടോ? ബിജുലാൽ അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ആയിരുന്നു. ഉണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു. വനിതാ പോലീസ്. ഈ വനിതാ പോലീസിനോട് ഇവർ സുകേഷ് ഒക്കെ ഉണ്ടായിരുന്നു. അവര് നമ്മൾ എല്ലാവരും മാറി മാറി ഓരോ കാര്യങ്ങൾ ചോദിക്കും. ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുന്നുണ്ട്. അല്ല, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല. അതിനിടയിൽ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കഴിച്ചു. അതൊക്കെ ഒരു വൈകാരികത വരും ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളൊരു കുറച്ച് സിമ്പതിക്കൽ വരും, അപ്പോൾ ഒന്ന് കഴിക്കും. ഭക്ഷണം അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്ക് മനസ്സിലായത് മെന്റലി ഇവൾ റെഡിയാണ് പറയും. പക്ഷെ ഇതൊരു ബ്രേക്ക് ചെയ്യാൻ ആള് വേണം. അപ്പോൾ നമ്മളെല്ലാം രാവിലെ മുതലേ അവിടെ ഇരുന്ന ആൾക്കാരാണ്. അവിടെയാണ് ഞാൻ സദാനന്ദ സാറ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാം കേരളത്തിൽ തന്നെ നല്ലൊരു ഇന്ററോഗേഷൻ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ കഥയുണ്ട്. അതെ, ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വിളിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്ത. ഞാൻ ഉച്ചയ്ക്ക് ശേഷം തന്നെ തീരുമാനിച്ചിരുന്നു അദ്ദേഹത്തെ നമ്മൾ എന്തായാലും വിളിച്ചാണ്. നമുക്കിത് അദ്ദേഹത്തിന് മറ്റു പല കേസുകളും വിളിച്ചാണ്. അപ്പോൾ വിജയ ബാങ്കിന്റെ സമയത്ത് ഞാൻ സാറിനെ വിളിച്ചിരുന്നു. SP പോകാം. SP വിളിച്ച് കണ്ണൂർ ടൗൺ അദ്ദേഹം DSP ആയിരുന്നു, ACP ആയിരുന്നു. അദ്ദേഹം വന്ന് ഒരു മണിക്കൂർ ഇത്ര ഉണ്ടായിരുന്നു. അദ്ദേഹം വരുമ്പോ നിങ്ങളെല്ലാം പുറത്ത്. യെസ്. അദ്ദേഹം അതെങ്ങനെയാ? ആ കഥ എങ്ങനെയാ? അതൊന്ന് പറ. അത് നമ്മള് കക്ഷി ഏകദേശം മാധ്യമ പടയുണ്ട് പുറത്ത്. അപ്പൊ പിന്നെ മാധ്യമങ്ങളൊക്കെ സദാനന്ദം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് സദാനന്ദന് നിങ്ങളെല്ലാം അവിടെ ഉണ്ട്. മാധ്യമ പട ഗസ്റ്റ് ഹൗസിന്റെ മുന്നിലുണ്ട്. സദാനന്ദൻ യൂണിഫോമിലാണോ സദാനന്ദം വരുന്നത്? അല്ല, മഫ്റ്റിയിൽ വന്നു കൂളായി സദാനന്ദനുള്ളിൽ കയറി വനിതാ ഒരു മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ കഥകളൊക്കെ പറഞ്ഞു. അദ്ദേഹം അത് മനസ്സിലാക്കി. അവരോട് ഒരു മണി സംസാരിച്ചു. അപ്പൊ ഞാനുള്ളിൽ കയറിയിരുന്നില്ല. കാരണം ഈ നമ്മൾ കണ്ട മുഖങ്ങൾ തന്നെ ഈ പ്രതികൾ ചെറിയ കുറ്റവാളികൾക്ക് അങ്ങനെ ഉണ്ട്. നമ്മൾ എപ്പോഴും കാണുന്നവരെ നമ്മൾ പറയുന്നില്ല. അപ്പോൾ പുതിയൊരാളെ കാണുമ്പോൾ കുറച്ച് വിശ്വാസം, ആദ്യം മീൻസ് പറയാനുള്ളൊരു വിശ്വാസം വേണം. അത് ഇത് രാവിലെ പോലെ നിങ്ങളെ കണ്ടു മടുത്തു ഒന്നും ഇവരോട് പറയേണ്ടത്. നമ്മള് അവർക്ക് നമ്മുടെ ദേഷ്യമല്ല, മീൻസ് നമ്മളൊക്കെ ഇത്രയും ദിവസം നിങ്ങളാണല്ലോ ഇവരെ കൊണ്ടു നടന്നത്. അതുകൊണ്ട് ആ ദേഷ്യം ഉണ്ടാവില്ല എവിടെയും വിടാതെ. അപ്പൊ നമ്മളെല്ലാം പുറത്തായിരുന്നു. അത് മേഡം നടത്തുണ്ടായിരുന്ന സംശയമാണ്. വനിതാ പോലീസും മേഡം. അപ്പൊ അവിടെയാണ് നിങ്ങൾക്ക് നല്ല സ്റ്റോറി കിട്ടിയത്. അതെ, ബ്രേക്ക് ചെയ്യാൻ സമയത്ത് അവളെ ഞാൻ പറയുന്നതിന് മുമ്പ് എന്ത് ടീഷർട്ട് ആയിരുന്നു നിങ്ങൾ ഇട്ടിരുന്നത്? അവൾ ആ ടീഷർട്ടിനെ കുറിച്ച് പറയുന്നത് മെറൂൺ കളർ ടീഷർട്ട്. മെറൂൺ അല്ല, കളർ പറയുന്നുണ്ട്. നമ്മൾ ഈ മെറൂൺ കളർ ടീഷർട്ട് ഇട്ട് ആ ഓഫീസറും കൂടി വന്നാലേ ഞാൻ പറയാണ്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെടല്ലോ. അത് അവർക്ക് അറിയാലേ, അത്രയൊക്കെ ബുദ്ധി ഉണ്ട് അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് പറയാവുന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ച് അവൾ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ കഥ എങ്ങനെയാണ് അവൾ പറയുന്നത്? എങ്ങനെയാണ് പറയുന്നത്? ആ കഥ എങ്ങനെയാണ്? അവൾ എന്തുകൊണ്ട് കൊന്നു, എങ്ങനെ കൊന്നു? കൊടുത്തു എന്ന് പറഞ്ഞ ആള് ഭക്ഷണത്തില് പിന്നെ ആദ്യത്തെ കുട്ടീനെയോ? ഫസ്റ്റ് മരിച്ച കുട്ടി? അല്ല, അതല്ല, അത് ഓൾറെഡി നമുക്ക് മെഡിക്കൽ റെക്കോർഡിനകത്ത് നോർമൽ ഡെത്ത് ആണ്. അത് ഇതുമായിട്ട് ബന്ധമില്ല. എങ്ങനെ ആദ്യം മോളെ കൊല്ലാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാ അവള് പറയുന്നത്? അല്ല, അതിനെ കുറിച്ച് അവളൊരു മാനസിക അസ്വസ്ഥ സമയത്തുള്ള ഈ ചില ആൾക്കാർ എങ്ങനെയാ മോൾക്ക് അവള് വിഷം കൊടുത്തത്? എങ്ങനെയാ? പിന്നെ ഭക്ഷണത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ മീൻ കറിയില് പിന്നെ ദോശ. അത് മോക്ക് മാത്രമായിട്ട് കൊടുക്കും? എല്ലാവർക്കും കുറച്ച് കൊടുത്തിരുന്നു. എല്ലാവരും കൊടുക്കാം. ആദ്യം മോള് പോയി. അതിന് സമയമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ സ്ലോ ഡെത്ത് ആണ് ഈ സമയം എടുത്ത്. കുട്ടി എന്നാലും ബോഡി വീക്ക് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് കുട്ടിയെ ബാധിച്ചു. കുട്ടി ആദ്യം പോയി. കുട്ടി മരിച്ചു എന്നുള്ള കഥ ഇവളെന്താ പറയുന്നത്? ഇവൾക്ക് അന്നേരത്തേക്ക് ഇവളുടെ ഒരു മാനസികാവസ്ഥ ഇവളെന്താ പറയുന്നത്? അല്ല, അത് മീൻസ് സാധാരണ അസുഖം ഒന്നും മരിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇത് സമ്മതിച്ചു മോളെ കൊന്നു. അതിനുശേഷം മാതാപിതാക്കള് ഇവർക്ക് 3 പേർക്ക് ഒരേ സമയം ഇത് കൊടുക്കുന്നുണ്ട്. എത്ര നാളെടുത്തിട്ടാ ഇവൾ ഈ പോയിസൺ കൊടുത്തത് ശരിക്കും? ഒരു 3-4 മാസത്തേ ഉള്ളൂ. ആ മീൻസ് ജനുവരി തുടങ്ങിയാണ്. അപ്പോ കുട്ടിക്ക് വീക്കാവണ്ടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ അച്ഛൻ കുറച്ച് നല്ല ഹെൽത്തി ആണല്ലോ. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയി. അച്ഛനാണോ അവസാനം മരിക്കുന്നത്? അത് കഴിഞ്ഞ അമ്മ, കുട്ടി അച്ഛനും അമ്മയും തമ്മിൽ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ ഇവളിത് എവിടുന്ന് ഇത് വാങ്ങിയത് ശരിക്കും? ടൗണിൽ. അപ്പൊ ഇവളെ കുറ്റസമ്മത മൊഴി നടത്തുകയാണ്. ഞാൻ തന്നെയാണ് എന്റെ മാതാപിതാക്കളെയും എന്റെ മകളെയും കൊന്നതെന്ന് ഇവള് കുറ്റസമ്മത മൊഴി നടത്തി. നിങ്ങൾ 6 മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തും. ഈ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ എവിഡൻസുകൾ എന്തെല്ലാം അപ്പോഴത്തേക്ക് നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞു? അല്ല, നമുക്ക് പ്രധാനപ്പെട്ടത് ഇതാണ്, ബ്രേക്കിംഗ് ആണ്. പക്ഷെ ആ ബ്രേക്കിങ്ങിന് കോടതിയിൽ വാല്യൂ ഇല്ലല്ലോ ശരിക്കും ആ കുറ്റസമ്മത മൊഴിക്ക്. സയന്റിഫിക് എവിഡൻസും പിന്നെ നമ്മൾ ഈ ഒരു മരണത്തിന്റെ പ്രത്യേകതയുണ്ടല്ലോ, 3 മരണത്തിന്റെ. അപ്പൊ അതിൽ ഒരുപാട്
പിന്നെ സയന്റിഫിക് എവിഡൻസ് ഒരുപാട് കിട്ടിയിരുന്നു നമുക്ക്. അതിനകത്തൊന്ന് ഈ പോയിസൺ ഈ എലിവിഷം വാങ്ങിയ കട എവിടെയായിരുന്നു ശരിക്കും? അത് ടൗണില് പഴയ ബസ് സ്റ്റാൻഡ്. അവള് തന്നെ പോയി വാങ്ങിയതാണ്, യെസ്. വേറെ ആരും ഇല്ല സഹായമില്ല. ഇല്ല ഈ കൊലപാതകങ്ങളിൽ വേറെ ആരുടെയും ഇല്ല സഹായമില്ല. ഇല്ല ഈ വേറെ അങ്ങനത്തെ ഒരു ഉദ്ദേശമൊന്നുമില്ല. നിങ്ങൾ ചോദ്യം ചെയ്ത ആളുകൾക്കൊന്നും റോളില്ല. അതൊന്നുമില്ല. അവരൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അവളുമായിട്ടുള്ള സൗഹൃദത്തിന് സൗഹൃദം. ഇവളുടെ ഈ സൗഹൃദ ഈ പുരുഷ സൗഹൃദങ്ങൾക്ക് ഇവരൊക്കെ തടസ്സമാകുന്നു അല്ല എന്നവൾ പറഞ്ഞു. ഇല്ല അങ്ങനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനു കൊന്നു എന്ന് അവള് പറയുന്നത്? അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം, അതിന് ഞാൻ എല്ലാവരെയും കൊന്നു. മെന്റലായൊരു മാനസികാവസ്ഥ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ അങ്ങനെ ഓരോരുത്തരായിട്ട് തീർത്തു എന്നുള്ളതാണ് അവള് പറയുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഇവളുടെ പിന്നെയുള്ള ആക്ഷൻ എന്താ? പിന്നീട് ഇവിടെ നമ്മള് അല്ല, അവളുടെ ഒരു മാനസിക നില നിങ്ങളോട് പെരുമാറ്റം നല്ല കരഞ്ഞുകൊണ്ടാണോ ഈ അഡ്മിറ്റ് ചെയ്യുന്നത്? ഇല്ല ഇല്ല അവൾ കരച്ചിലൊന്നുമില്ല, വളരെ ബോൾഡായിട്ട് വളരെ ബോൾഡായിട്ട് ഉണ്ടായിരുന്നത്, നല്ല രീതിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവളെ നമ്മള് സംരക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. കുറ്റസമ്മത മൊഴി തരുമ്പോ അവൾക്കൊരു ഒരു 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 ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവൾ കഥ എങ്ങനെ പറഞ്ഞു? മീൻകറിയിലാണോ പ്രധാനമായിട്ട് കൊടുത്തത്? മീൻകറി അവിടെ ഉണ്ടാവുന്ന എല്ലാ കാര്യത്തിലും, മീൻകറി ആയാലും പിന്നെ ഈ പറയുന്ന ദോശ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ദോശയിലും മീൻകറിയിലും എല്ലാം കുറേശ്ശെ എലിവിഷം ഇങ്ങനെ ചേർത്ത്. അപ്പൊ ഒരു തവണയാണ് എലിവിഷം വാങ്ങിയിട്ടുള്ളത്? കുറെ തവണ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം വാങ്ങിയത് മൊത്തം. എത്ര എണ്ണം വാങ്ങിയായിരുന്നു നിങ്ങളുടെ അന്നത്തെ? ഒരു ബോക്സ് ഉണ്ട്, കവറായിട്ട് വാങ്ങിയിരുന്നത്. രണ്ട് അത് ട്യൂബ് കവർ വരുന്ന സാധനം, ബോക്സ് വരുന്ന സാധനം. എന്നിട്ട് ട്യൂബാണോ ഇത്? ശരിക്കും ട്യൂബല്ല, പൊടിയാണ്. പൊടിയാണ്. ഓ, എലിവിഷം പൊടിയാണ്. അപ്പൊ അത് കുറേശ്ശെ ഇട്ടു അല്ലേ? ട്യൂബ് എന്നത് പശവല്ല, പേസ്റ്റ്. പലതരത്തിലുണ്ട്. അപ്പൊ ഇവള് ഈ 3 പേരുടെയും കൊന്നത് അഡ്മിറ്റ് ചെയ്യുന്നത് വൈകുന്നേരം 6 മണിയോടുകൂടി. 6 മണിക്ക് നിങ്ങൾ അറസ്റ്റ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് തന്നെ രേഖപ്പെടുത്തും. രേഖപ്പെടുത്തിയ ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നെക്സ്റ്റ് പിന്നെ ഇവിടെ നമുക്ക് കോടതിയിൽ ഹാജരാക്കുക. അല്ല, തെളിവെടുപ്പ് നന്നില്ല, പിന്നെ കസ്റ്റഡി വാങ്ങി കോടതിയിൽ ഹാജരാക്കാൻ തീരുമാനിച്ചു. എവിടെയാണ് കോടതിയിൽ ഹാജരാക്കുക? തലശ്ശേരി മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും. വീട്ടിൽ അവിടെ കൊണ്ടുപോയപ്പോ എന്താ മജിസ്ട്രേറ്റിനോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? മജിസ്ട്രേറ്റോടൊന്നും ഇത് സമ്മതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. റിമാൻഡ് റിപ്പോർട്ടായി റിമാൻഡ് ചെയ്തു. പിന്നീട് പിറ്റേ ദിവസം കസ്റ്റഡി വാങ്ങി. നമ്മള് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് ഒരാഴ്ച വാങ്ങി. എന്താ ചെയ്തത്? കസ്റ്റഡി വാങ്ങുക. അപ്പൊ ഇവിടെ ഈ പോലീസ് റിസ്ക് ആണ് ശരിക്കും അവളെ കസ്റ്റഡി വാങ്ങുക എന്നുള്ളത്. അത് മീൻസ് എന്തൊക്കെ രീതിയിലുള്ള റിസ്ക് ആണ്? ഹൈലി സൂയിസൈഡ് ടെൻഡൻസി ഉള്ള കക്ഷിയായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? അത് അവളെ പല വാക്കുകളിൽ നിന്നും അവളെ എന്താണ് അവൾ പറയുന്നത്? വാക്കുകൾ എന്താ പറയുന്നത്? എനിക്ക് ജീവിക്കാൻ പറ്റില്ല, സൂയിസൈഡ് തന്നെ അവള് പറഞ്ഞു. യെസ്, ഞാൻ മരിക്കും. 10 വനിതാ പോലീസിനെയാണ് പോലീസ് സ്റ്റേഷൻ റൂമിനകത്ത് ചുറ്റുമിരുത്തുക രാത്രി. ഇവൾക്ക് ചുറ്റും 10 വനിതാ പോലീസ്. നമ്മൾ തന്നെ പോയിട്ട് ബാത്റൂമും ഒക്കെ നോക്കി അവിടെ ബ്ലേഡോ അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി. ഡ്രസ് കോഡ് ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? വേണമെങ്കിൽ ചുരിദാറിലൊക്കെ തൂങ്ങാലോ. ടോയ്ലറ്റൊക്കെ വനിതാ പോലീസ് അവര് വാതിൽ നടക്കാൻ സമ്മതിക്കില്ല. വളരെ ഒരു 5 ദിവസം നമ്മൾ ഇവിടെ സൂക്ഷിച്ചത്. വളരെ റിസ്ക് ആണ്. കാരണം ഡ്രസ് ഇട്ട് പോയാലും പ്രശ്നമാണ്. ഇല്ല, നമ്മൾ വനിതാ പോലീസിന് 10 പേരുണ്ടായിരുന്നു. പിങ്ക് ഒക്കെ അടക്കം നമ്മൾ 10 വനിതാ പോലീസ് 5 പേരെ ഇട്ടിട്ട് ചുറ്റുകൊടുത്ത്. ഇവളെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴുള്ള അവസ്ഥ എന്താ? വീട്ടിലൊക്കെ പോകുമ്പോ അവള് കരഞ്ഞൊന്നുമില്ല. ഇല്ല. ഈ മൃതദേഹം അടക്കിയ സ്ഥലത്തെല്ലാം ചെല്ലുമ്പോൾ അവളുടെ ഇല്ല, കരച്ചിലൊന്നുമില്ല. വളരെ ബോൾഡാണ്. കരച്ചിൽ അതാണ് ഒരു മാനസികമായി. ചില സമയങ്ങളിൽ ചില സമയങ്ങൾ മാത്രമേ. ഇപ്പം ജയിലിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തിരിച്ച് കോടതിയിൽ വരുന്ന സമയത്ത് പോലീസുകാർ പറഞ്ഞ ചിലപ്പോഴും കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എടുത്തുമ്പോൾ കരയുക. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തുമ്പോൾ അത് പാസ് ചെയ്യുമ്പോൾ കരയുക. ഷോർട്ടിനും കാര്യമില്ല. അപ്പോൾ 5 ദിവസത്തെ തെളിവെടുത്തു. ഈ 5 ദിവസം നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവൾ എന്താ പറയുക? വളരെ ഫ്രീ ആയിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. രാത്രിയൊക്കെ വനിതാ പോലീസ് നല്ല ഹാപ്പി ഭക്ഷണം കഴിക്കും. പക്ഷെ ഇടയ്ക്ക് അവള് ഞാൻ മരിക്കൂന്ന് പറയുന്നുണ്ട്. എന്താ അവള് പറയുന്നത്? ഞാൻ എങ്ങനെ മരിക്കൂന്ന്? അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ഓർമ്മകൾ അവളെ അലട്ടുന്നുണ്ടെന്ന് അവള് പറയുന്നുണ്ട്. എന്റെ മക്കളുടെ മുഖം, മാതാപിതാക്കൾ. അതാണ് അതൊരു സാഹചര്യം സംഭവിച്ചു. അവളെ മെന്റൽ അവസ്ഥ അവളെ അങ്ങനെ ചെയ്യിപ്പിച്ചു. അതൊരു മാനസിക രോഗമാണ്. പറയാൻ നോക്കണമെങ്കിൽ. അപ്പൊ അവള് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തി, പിന്നെ 5 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കി വീണ്ടും ജയിലിലേക്ക് നീങ്ങും. അതിനുശേഷം കുറ്റപത്രം പിന്നെ വേണ്ട. അവള് സൂയിസൈഡ് ചെയ്യുന്ന പിന്നെ എത്ര ദിവസം കൊണ്ടാ? അല്ല, കുറ്റപത്രം കൊടുത്തു നമ്മള്. എത്ര ദിവസം കൊണ്ട്? വളരെ വേഗത്തിന് കൊടുത്തു നമ്മള്. അതിനുശേഷമാണ് മരണം ഉണ്ടാകുന്നത് അവളുടെ. അതാണ് അവിടെ മീൻസ് അവള് വളരെ ടാക്ടിക്സ് ആയിട്ട് ചെയ്ത സംഭവമാണ്. കാരണം നോർമലി നമ്മൾ ഓൾറെഡി ജയിലിൽ അവരോട് പറഞ്ഞിരുന്നു, ശ്രദ്ധിക്കണം, ഹൈലി സെൻസിറ്റീവ് ആണ്. കണ്ണൂർ വനിതാ ജയിൽ ഹൈലി അതുപോലെ ടെൻഡൻസി ഉള്ള ആളാണ്. അപ്പൊ അവര് വളരെ പ്രിക്കോഷൻ എടുത്തതാണ്. പിന്നെ എങ്ങനെയാണ് അവിടെയാണ് അവള് കളിച്ച കളി. എന്താ അവള് ചെയ്തത്? അവള് ടോട്ടലി മാറി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവള് അവിടെ ടോട്ടലി മാറി. അതായത് അവള്
അവൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റൂല. അല്ല, അവൾക്ക് ചെയ്യണം. ആ. ചെയ്യണമെങ്കിൽ അവിടെ സാഹചര്യം സാഹചര്യം ഉണ്ടാക്കി എന്താ അവൾ ഉണ്ടാക്കിയെടുത്തത്? അവള് ഇതൊക്കെ മറ്റേ ആ ഒരു ഒറ്റക്ക് ജീവിക്കാതെ മാറി ആക്റ്റീവായി അവിടെ ജോലി ചെയ്യുന്നു, പഠിക്കുന്നു. അവള് എന്തോ പഠിക്കണൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവള് പിന്നെ സ്റ്റിച്ചിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. വളരെ ആക്റ്റീവ് ആവും. 1 മാസം അവിടെ വളരെ ആക്റ്റീവ് ആയിരുന്നു അവളവിടെ. അപ്പൊ അവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇവളെ ഫ്രീ ആക്കാൻ ആയിപ്പോയി അവിടെ. അതായത് അവളെ മാക്സിമം ഉണ്ടാക്കിയൊരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മരിക്കാൻ വേണ്ടി ഒരാൾ തയ്യാറെടുക്കുക, അതാണ് അതിനുവേണ്ടി ഹാപ്പി ആവുക, ഹാപ്പി. ജയിൽ ജീവനക്കാരുടെ ശ്രദ്ധ കുറക്കാനുള്ള പരിപാടി. അങ്ങനെ വളരെ ഹാപ്പിയായി അവിടുത്തെ സ്വന്തം ആളായി മാറി. എന്നിട്ട് എങ്ങനെയാ തൂങ്ങി മരിക്കായിരുന്നു? എവിടെയാ തൂങ്ങി മരിച്ചത്? അവിടെ ഒരു മരത്തിന്റെ മുകളിൽ. ആരും ശ്രദ്ധിച്ചില്ല. അവളെ ഫ്രീ ആക്കി വിട്ടുമല്ലോ. പിന്നീട് അവൾ ഉണ്ടാവില്ല അവര് മീൻസ് ഞാൻ ചെയ്യില്ല എന്ന് ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ അങ്ങനെ ആയിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ അവള് വളരെ എപ്പോഴും ഞാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വളരെ ഇതായിരുന്നു. അപ്പൊ അത് അവൾ മനസ്സിലാക്കി. നമ്മള് അത് ഇവിടെ പറഞ്ഞു അവൾക്കറിയാം ഇവിടെ അത് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ അവര് പ്രിക്കോഷൻ എടുക്കുന്ന അറിയാം. മുൻകരുതലുണ്ട്, മരിക്കാൻ വിടില്ല എന്ന് അവൾക്ക് തോന്നി. എടുത്തു. അങ്ങനെ അവള് മരണത്തിന് ഒരുങ്ങാൻ വേണ്ടി സന്തോഷം അഭിനയിച്ചു അല്ലേ? അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ. അങ്ങനെ നിങ്ങൾ കുറ്റപത്രം എത്ര ദിവസം കൊണ്ട് കൊടുത്തു? ശരിക്കും 90 days കൊണ്ട് കൊടുത്തിട്ടുണ്ട്. 90 days കൊണ്ട് കൊടുത്തു. പിന്നെ ചാർജ് അബേറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കും. പ്രതി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചാർജ് കൊടുത്തു, കുറ്റപത്രം സമർപ്പിച്ചു. പിന്നെ പ്രതി മരിച്ചതിന്റെ റിപ്പോർട്ട് പിന്നെ കൊണ്ടേ കൊടുത്തോ? അല്ല, അതിന്റെ കൂടെ തന്നെ കൊടുക്കും വാങ്ങിയിട്ട്. അങ്ങനെ കൊടുക്കും. അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചു. വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. അങ്ങനെ ആ ചാപ്റ്റർ, ആ അന്വേഷണം, ആ കേസ് അന്വേഷണം നിങ്ങളെ പഠിപ്പിച്ച പാഠം എന്താണ്? നിങ്ങൾക്ക് എന്തു തോന്നി ആ കേസ് അന്വേഷണം നടത്തി? അല്ല, അത് നമ്മള് ഒരു മരണവും നമ്മൾ നിസ്സാരമായി കാണാൻ. പോലീസ് വളരെ എന്താ പറയേണ്ടത്, അതിന്റെ ഒരാഴ്ച ഒരു ഇൻസിഡന്റിന്റെ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നിർണായകമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന എവിഡൻസുകൾ, അതിപ്പോൾ നമ്മൾക്ക് സാക്ഷിമൊഴികളാവാം, സയന്റിഫിക് എവിഡൻസുകളാവാം, അതുപോലെ മറ്റുള്ള എവിഡൻസുകളാവാം, മെറ്റീരിയൽ എവിഡൻസുകളാവാം, എന്തായാലും അത് ഒരു വിത്തിൻ 1 വീക്കിനകത്ത് നമ്മളത് കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്താൽ നമുക്ക് ഏത് കേസും തെളിയിക്കാൻ വേണ്ടി പറ്റും. ഈ സൗമ്യമായ പിന്നെ നിസ്സാരമായ കേസുകളൊക്കെ നമ്മൾ ഇപ്പം ഈ 174 ഉണ്ട്, നമ്മൾ ഈ അണച്ചെടുത്തൊക്കെ, അതൊക്കെ നമ്മൾ നിസ്സാരമായി തള്ളാൻ വേണ്ടി പാടില്ലാണ്. അതാണ് ഇവിടെ വേറെ പ്രശ്നം. എനിക്ക് അന്ന് എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ നമ്മൾ പ്രഷർ തരുക എന്ന സംഭവമുണ്ട് പോലീസ്. കാരണം ജോലി അത് ഡിറ്റക്ഷൻ ആക്കുക. അപ്പൊ അത് ഉണ്ടായില്ല. കാരണം വെച്ചാൽ മേഡമൊക്കെ ആണെന്നതിൽ ASP എന്ന നിലയിൽ മേഡം ഇവിടെ ശരിക്കും പഠിക്കുകയാണ് എൻ്റെ കൂടെ വന്നിട്ട്. മീൻസ് നമുക്കൊരു മേഡത്തിന് അറിയുന്ന കാര്യം. പക്ഷെ എന്നാൽ നമ്മോടൊന്നും നമ്മൾ ചെയ്യുന്നതിനകത്ത് തടസ്സപ്പെടുത്താതെ മേഡം അത് നന്നായിട്ട് ഇൻസ്ട്രക്ഷൻ തരുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നതും കൂടെ ഒന്ന് അംഗീകരിക്കുന്നതായിരുന്നു ചെയ്യുന്നത്. അതുപോലെ SP ആയാലും DPC ജില്ലാ പോലീസ് മേധാവി ശിവക്രം സാർ ആയാലും അങ്ങനെയാണ്. യാതൊരുവിധ പ്രഷറും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇത് ഒരാഴ്ചക്കുള്ളിൽ ചെയ്യണ്ടേ, നമ്മൾ കളക്ട് ചെയ്യണ്ടേ. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ ഒരു പ്രഷർ ഇല്ലാത്തൊരു അന്വേഷണം നടത്താൻ വേണ്ടി സാധിക്കണം. ഈ സൗമ്യയെ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്തല്ലോ, ആ ഒരു ഇന്റിമസി അവസാനം നിങ്ങളെ മെറൂൺ ടീഷർട്ട് ഇട്ട ആൾ വന്നാലും ഞാൻ പറയുന്നു എന്ന് പറയുന്നിടത്തേക്ക് അവരെത്തിയല്ലോ. അപ്പൊ നിങ്ങൾ ഇവരെ നിങ്ങൾക്ക് നല്ലൊരു കഥ കിട്ടി. ഇവര് നിങ്ങളും തമ്മിൽ എങ്ങനെയാ ആ സമയത്തുള്ള നിങ്ങളുടെ ഒരു മാനസിക, ഒരു പെണ്ണാണല്ലോ, ഒരു അമ്മയാണ്, ഒരു സഹോദരിയാണ്, നമുക്കും ഉണ്ട് അമ്മ. ഞാനതിനകത്ത് ഒരു സഹോദരി എന്ന രീതിയിൽ ആദ്യം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ സംസാരിച്ചിരുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കാൻ ഇല്ല നമ്മൾക്ക് അവിടെ. മീൻസ് ഡയറക്റ്റ് ചോദിക്കുകയുണ്ട്, നിങ്ങൾ കൊന്നില്ലേ? അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, ഒരിക്കൽ പോലും അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഒരു സഹോദരി എന്ന നിലയിലും സഹോദരൻ എന്ന നിലയിലും വിഷമങ്ങളും അവരൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക. അവരെന്തെല്ലാം സങ്കടങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് നിങ്ങളോട്? ശരി, ഒരുപാട് മറ്റ് അങ്ങനെ മോശമായിട്ടൊന്നുമില്ല, ഒറ്റപ്പെടും അങ്ങനെ കാര്യങ്ങളൊക്കെ. ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പല മാനസിക വിഷമങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് മുമ്പോട്ട് പോകേണ്ട ഒരു പ്രശ്നമുണ്ടല്ലോ. ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒറ്റപ്പെടലും ഒറ്റക്ക് ജീവിക്കാനുള്ള ആഗ്രഹവും അവരെ, അപ്പൊ സാമ്പത്തിക എടുക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. അവസാനം കൊലപാതകയായി. പിന്നെ അവർക്ക് അത് താങ്ങാൻ പറ്റാത്ത അവർ. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നിച്ച് ഒരു സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നാളെ വലിയൊരു കുടുംബത്തിനൊരു ഇത് വരും. നേരെ മറിച്ച് ഇത് ഇങ്ങനെ ഒരു സ്ലോ ആയിട്ട് ചെയ്ത് ഇവളും സ്വയം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാക്കാനില്ലല്ലോ. അങ്ങനെ ചിന്തിക്കാലോ വേണമെങ്കിൽ ആ ലെവലിലേക്ക്. അവളെ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചിടത്തോളം ആ സ്ത്രീയുടെ അത് നിങ്ങളുടെ ഒരു നന്മയാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞാലോ. ശരിക്കും അന്നത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ലൈംഗികമായ ഒരു ആർത്തിയുള്ള ഒരു സ്ത്രീയാണ് അവർ. അതിനുവേണ്ടി അവരുടെ സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഇത് ചെയ്തതെന്നുള്ള നിലക്കെല്ലാം വാർത്തകൾ വന്നു. വാർത്തകളൊക്കെ വരാം. പക്ഷെ അത് അതൊക്കെ അവരെ
ഒന്ന് ബന്ധങ്ങൾ ഉണ്ടാവും, പേഴ്സണൽ ബന്ധങ്ങൾ ഒരുപാട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതൊന്നും ഇപ്പൊ ഇതുമായി ബന്ധപ്പെടുന്നില്ല. അങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ടോ അല്ലെ അങ്ങനെ ഒരു സാഹചര്യം ഇത് ചെയ്യാൻ സാഹചര്യം ബന്ധമില്ല. ഇല്ല, അതുമായിട്ട് ബന്ധമില്ല. അപ്പം അങ്ങനെ അവരെ പിടിച്ചു. അതൊന്ന് ചെയ്യണമെങ്കിൽ ആ. അങ്ങനെ ഒരു ബന്ധമില്ല. ആ. അങ്ങനെ ബന്ധത്തിന്റെ ഒരു പ്രേരണ വേണ്ട, അല്ലെങ്കിൽ ഒരു കാരണം വേണ്ട. അങ്ങനെ അപ്പൊ അങ്ങനെ ഒന്നും അല്ല, ഈ വരുന്ന റിപ്പോർട്ടിൽ കണ്ടതുപോലെ അങ്ങനത്തെ ഒരു ഈ ആളുകൾ വരുമ്പോ, ഈ ഇവളെ തേടി വരുന്ന ഇവളുടെ സുഹൃത്തുക്കൾ വരുമ്പോ ഈ വീട്ടിലുള്ള അമ്മയും അച്ഛനും അങ്ങനെ അവിടെ ആരും വരാറില്ലല്ലോ. അവിടെ ആരും വരാറില്ല. അതെല്ലാം ഒരു കഥകൾ ഈ പയ്യൻ മാത്രമേ ഉള്ളൂ. ഒരു പയ്യൻ മാത്രമേ അത് ഫാമിലി പയ്യനാണ്. എനിക്ക് തോന്നുന്നു ഈ പയ്യൻ പിന്നീട് മാരേജ് ചെയ്തു. അതിന്റെ അത് ഇവളെ കുറച്ച് സ്ട്രൈക്ക് ചെയ്ത സംശയം. ഇവളായിട്ട് സൗഹൃദമുള്ള ഈ ചെറുപ്പക്കാരൻ വേറെ കല്യാണം കഴിച്ചു. ഇതെല്ലാം ഒരു ഘടകമായി മാറും. അല്ലല്ല, അത് ഈ ഇവളെ സൂയിസൈഡിന്, ഇവള് മരിച്ചതിന് ശേഷം. അല്ലല്ല, കുട്ടികളൊക്കെ മരിച്ചതിന് ശേഷം, ഇവള് ജയിലായതിനു ശേഷമാണ് അവൻ കല്യാണം കഴിച്ചത്. അതെയോ? അതായിരിക്കും അവളെ മരണത്തിലേക്ക് അങ്ങനെ ഒരു മാനസിക വിഷം പറയാൻ പറ്റില്ല. സൂയിസൈഡിലേക്ക് നല്ല നല്ല ആഴത്തുള്ള ബന്ധമായിട്ട് അല്ലെ. എന്തായാലും ആ കേസന്വേഷണം നിങ്ങൾക്ക് നൽകിയ പാഠം എന്താണ്? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മരണവും ചെറുതായി കാണരുത്, എല്ലാം നമ്മൾ നോക്കിയിരിക്കണം അല്ലെ. ഓക്കെ, നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, ഈ മരിക്കാൻ വേണ്ടി ഒരാൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളത്, മരിക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കാൻ ഹാപ്പി ആയിരിക്കുക, ഒടുവിൽ ജയിലിൽ തന്നെ ജീവൻ കൊടുക്കുക, തൻ്റെ മകളെയും മാതാപിതാക്കളെയൊക്കെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആ സ്ത്രീ എത്തി. ഇതൊക്കെ സമൂഹത്തിന് ഒരു പാഠമുണ്ട്. ഒരു മനുഷ്യന്റെ മനോവ്യവഹാരങ്ങൾ മാറുന്നത് നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നാട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ 4 മരണമൊന്നും ഉണ്ടാകില്ല. കുറച്ചുകൂടി ജാഗ്രത സമൂഹം കാണിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ. സൗമ്യയും പോയി, ആ മകളും 2 പെൺകുട്ടികളും പോയി, അച്ഛനും അമ്മയും പോയി. ഇത് വിധിയെന്ന് പറയാൻ പറ്റില്ല. ഒരു ക്രൂരമായ മാനസികാവസ്ഥയിൽ സൗമ്യ എത്തുകയായിരുന്നു. ഇത് മനുഷ്യരിൽ എവിടെയും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് കെ ഇ പ്രേമേന്ദ്രൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെക്കുറിച്ച് പറഞ്ഞ കഥകളൊന്നും അത്ര ശരിയല്ല. അവർ ലൈംഗിക ആർത്തിക്ക് വേണ്ടി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളൊക്കെ വന്നിരുന്നു. അതൊക്കെ തെറ്റാണ്. അവർക്ക് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു, അത് ശരിയുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഒരു നിരീക്ഷണ പാഠവും വേണം എന്ന് ഈ സൗമ്യ പിണറായി കൂട്ടക്കല നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത കെയ്ക്കും നന്ദി, നമസ്കാരം.